ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? മഴയല്ല എങ്ങനെ പോകുന്നു? ഇവിടെ ഒരുത്തനോട് രാത്രിയിൽ നേരത്തെ ഉറങ്ങാൻ പറഞ്ഞിട്ട് കേൾക്കൂല, എന്നിട്ടോ രാവിലെയാണെങ്കിൽ താമസിച്ച് എണീക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദിവസമാട്ടോ ഇന്ന്. അപ്പോൾ ഇന്നലെ ലേറ്റായി കിടന്നുകൊണ്ട് ഇന്ന് എണീക്കാൻ കുറച്ച് താമസിച്ചു കേട്ടോ. അപ്പോൾ അതാ പല്ല് തേപ്പിക്കാനുള്ള ബുദ്ധിമുട്ടാണ്, ഇച്ചിരി ബുദ്ധിമുട്ടാണ് പല്ല് തേക്കാൻ. ബാക്കി ഒന്നിനും ഒരു കുറവുമില്ല, എല്ലാം കൃത്യമായിട്ട് ചെയ്തോളും. പക്ഷേ പല്ല് തേക്കാൻ ഞങ്ങൾക്ക് കുറച്ച് മടിയായി, എന്താണെന്നറിയില്ല. ആകെ 2, 3, 4 പല്ലേ ഉള്ളൂ, അതുപോലും തേക്കാൻ അവന് കഴിയില്ല. അപ്പോൾ പിന്നെ ഇന്ന് അവൻ്റെ ഫേവറേറ്റ് ഫുഡാട്ടോ എന്ത്, നമ്മുടെ വെള്ളാപ്പവും ഗ്രീൻ പീസ് കറി കേട്ടോ. അപ്പോൾ അതവൻ കഴിക്കുന്നുണ്ട്, ഞാൻ കൊടുക്കുന്നുണ്ട്. അവനിങ്ങനെ ചായ കുടിക്കാനും സ്കൂളിൽ പോകാനൊന്നും ഇങ്ങനെ മടി കാണിച്ചിട്ടില്ല കേട്ടോ. അതിനെല്ലാം ഭയങ്കര ഉഷാറാണ്. ആകെ ഇച്ചിരി പ്രശ്നം എന്ന് പറഞ്ഞാൽ പല്ല് വെക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാ ഒരുങ്ങി സുന്ദര കുട്ടപ്പനായിട്ട് ഞങ്ങളിങ്ങനെ റോട്ടിൽ വന്ന് കാത്തു നിൽക്കുന്നതാണ്. ഇന്ന് ഒറ്റയ്ക്കേ ഉള്ളൂ, അല്ലേ 2 പേരും കൂടി ഉണ്ടാവും കേട്ടോ. അപ്പോഴാണ് പ്രജീഷ് ചേട്ടൻ വരുന്നത്, ഇന്ന് പണിയില്ല എന്നും പറഞ്ഞിട്ട്. അപ്പോൾ പ്രജീഷ് ചേട്ടൻ അവനെ ബസ് കയറ്റി വിട്ടു. അതെല്ലാം ആശാന് ഭയങ്കര ഇഷ്ടമായിട്ടോ, പ്രജീഷ് ചേട്ടൻ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതാ വീട്ടിൽ തിരിച്ചു വന്നപ്പോൾ നല്ല മഴ. അപ്പോൾ കുറച്ചേരം അതെല്ലാം ആസ്വദിച്ച് നിന്നു കേട്ടോ. അപ്പോൾ അത് ആസ്വദിച്ച് നിന്നിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് ഉച്ചത്തേക്കുള്ള വയറ്റിലേക്ക് എന്തെങ്കിലും പോകണ്ടേ. അന്നേരം നേരെ ഗ്രൈൻഡറിൽ തേങ്ങ അരക്കാനിട്ടു. അത് കഴിഞ്ഞ് ഞാൻ റൂമെല്ലാം ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ വയനാട്ടിൽ പോയിട്ട് വന്നിട്ടുള്ള ഡ്രസ്സ് മൊത്തം അങ്ങനെ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീനാക്കി വെച്ചു. അതെല്ലാം ക്ലീനാക്കി വെച്ചപ്പോൾ തന്നെ വലിയൊരു ആശ്വാസമായിട്ടോ. അപ്പോൾ ഞാൻ അടുക്കളയിൽ വന്നിട്ട് ഞാനിങ്ങനെ ഒറ്റയ്ക്കുണ്ടെങ്കിൽ ഇങ്ങനെ പാട്ടെല്ലാം വെച്ച് കേട്ട് ആസ്വദിച്ച് ഞാൻ പണിയെല്ലാം എടുക്കും. അതെന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഉച്ചത്തേക്ക് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നതാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ഇന്ന് പല്ലിൻ്റെ ഡോക്ടറിൻ്റെ അടുത്ത് പോകണം. പല്ല് മുറുക്കാൻ ഇന്നാണ് പോകേണ്ട ദിവസം. അപ്പോൾ ഞാനും പ്രജീഷ് ചേട്ടനും കൂടി അതിന് പോയിട്ടോ. അപ്പോൾ ഞാൻ ഈ മുറുക്കുന്ന ദിവസം വിചാരിക്കുക എന്തിൻ്റെ കേടായിരുന്നു, എനിക്ക് എൻ്റെ പല്ലിന് ഒരു കുഴപ്പമില്ല, വെറുതെ എടുത്തിട്ടതാണെന്ന് ഞാൻ വിചാരിക്കുവേ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വന്ന് ധ്യാനൂസും അപ്പോഴത്തേക്കും വന്ന് ഞങ്ങൾ ചായ കുടിച്ചു കേട്ടോ. അപ്പോൾ ഓരോരോ 100,000 കഥകൾ പറഞ്ഞു തരുന്നതാണ് ധ്യാനൂസ്. അപ്പോൾ 4 മണിക്കത്തെ ചായ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് 7 മണിക്കൊരു ചായ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചെന്നാൽ കപ്പ ഉണ്ടാക്കാമെന്ന്. ഇവിടെ എന്ന് പറഞ്ഞാൽ ചായ കുടിയാട്ടോ. അപ്പോൾ പ്രജീഷ് ചേട്ടൻ എനിക്ക് അടുത്ത റീൽസ് എടുക്കുന്നത് എന്താണെന്ന് അതിൻ്റെ കഥയെല്ലാം പറഞ്ഞു തരുന്നതാണ്. അപ്പോഴത്തേക്ക് ധ്യാനം അവിടെ എന്തോ കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ട്. ഇവിടെ എങ്ങനെയാണെന്നറിയോ, ഇവിടെ രാവിലെ നമ്മൾ സാധാരണ പോലെ ചായ, അത് കഴിഞ്ഞാൽ 11 മണിക്ക് ചായ, അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചോറ്, അത് കഴിഞ്ഞാൽ 4 മണിക്ക് കട്ടൻ ചായ, അത് കഴിഞ്ഞ് 7 മണിക്ക് ചായ. അങ്ങനെ ഇവിടെ ചായ ഉണ്ടാക്കൽ തന്നെ പരിപാടി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ചായ ഉണ്ടാക്കി ടേബിളിൽ വെക്കുകയുള്ളൂ കേട്ടോ. ധ്യാനൂസ് അത് എടുത്തിട്ട് പോകും. ഞങ്ങൾ പിന്നെ 7 മണിക്കത്തെ ചായ ഞങ്ങളിങ്ങനെ ടേബിളിൽ ഇരുന്ന് കുടിക്കൂല, എല്ലാവരും കൂടി സോഫയിൽ അവിടെ നിലത്തിരുന്നിട്ടോ കഴിക്കുക. അപ്പോഴാണ് എല്ലാവരും കുടിക്കുക. അല്ലെങ്കിൽ ഉച്ചയ്ക്കും രാവിലെ ഒന്നും അങ്ങനെ ആരും ഒരുമിച്ചിരിക്കൂല. 7 മണിക്കത്തെ ചായയിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഇരിക്കും കേട്ടോ. എല്ലാവരും കഥകളും പണിസ്ഥലത്തെ ഓരോ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ ഇരുന്ന് ചായ കുടിക്കും കേട്ടോ. അപ്പോൾ എല്ലാ കഥകളും പറയും കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ ചായ ഉണ്ടാക്കും. അപ്പോൾ ഇന്നത്തേക്കുള്ള വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ, ബൈ.